ഹായ് നമസ്കാരമുണ്ട്. നമ്മൾ എയർപോർട്ട് ഗാർഡൻ വീണ്ടും ഒരു കിടിലൻ ഓഫർ കൊടുക്കുകയാണ്. എപ്പോഴും ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മിയാസാക്കി, ലോകത്തിലെ ഏറ്റവും വില കൂടിയ മാവ്. നമ്മളിവിടെയൊക്കെ കാഴ്ച നിൽക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള മാവാണ് മിയാസാക്കി. ആ മിയാസാക്കിയുടെ പ്ലാന്റുകളാണ് നമ്മളിവിടെ കിടിലൻ ഓഫർ. കണ്ട ഒരു തൈൻ്റെ വലിപ്പം കണ്ടില്ലേ? ഈ തൈ നമ്മൾ കൊടുക്കുന്നത് വെറും 175 രൂപക്കാണ് ഈ ഓഫറിൽ കൊടുക്കുന്നത്. 175 രൂപക്ക്. നമ്മൾ ഓഫർ ടൈം എങ്ങനെയാണ്? ഓഫർ ടൈം ഈ വരുന്ന ഏപ്രിൽ 15 തൊട്ട് ഏപ്രിൽ 25 വരെയാണ് ഈ കിടിലൻ ഓഫർ. ഓക്കെ, നമ്മൾ വേറെ നിബന്ധനകളുണ്ട്. നമുക്ക് ഇത് 500 രൂപക്ക് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർക്ക് മാത്രമേ ഈ ഒരു പ്ലാന്റ് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഒരു പ്ലാന്റ് ഒരാൾക്ക് ലഭിക്കുകയുള്ളൂ. കൊറിയറും കാര്യങ്ങളും എന്തെങ്കിലും? കൊറിയർ ഇല്ല, ഡെലിവറി ഇല്ല. 500 രൂപക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഓഫറിൽ കൊടുക്കും. 175 രൂപയ്ക്കും. അതുപോലെ തന്നെ നാംഡോകുമായും 500 രൂപക്ക് പർച്ചേസ് ചെയ്യുന്ന ഏതൊരാൾക്കും ഒരു നാംഡോകുമഴി വെറും 175 രൂപയ്ക്ക് കിടിലൻ ഓഫർ. 175 നോക്കി, ഇതിൻ്റെ വലിപ്പം നോക്കി. ഇതേ പ്ലാന്റുകളാണ് കൊടുക്കുന്നത്. 175 രൂപക്കാണ് 500 രൂപക്ക് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഈ ഓഫർ കൊടുക്കുന്നത്. ഓഫർ അല്ലാത്ത ചെടി 500 രൂപക്ക് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർക്ക് മാത്രമേ ഈ ഓഫർ ലഭിക്കുകയുള്ളൂ. നമ്മൾ എയർപോർട്ട് ഗാർഡൻ വീണ്ടും ഒരു ഓഫർ കൊടുക്കുകയാണ്, കിടിലൻ ഓഫർ. ഞെട്ടിക്കാൻ പോകുക. 500 രൂപയ്ക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക്, ഓഫർ അല്ലാത്ത മറ്റ് ചെടികൾ പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് നമ്മൾ കിടിലൻ ഒരു ഓഫർ കൊടുക്കുകയാണ്. വെറും 150 രൂപക്ക് മല്ലിക എത്രയും വലിയ പ്ലാന്റ് 150 രൂപക്കാണ് കൊടുക്കുന്നത്. 500 രൂപയ്ക്ക് മറ്റെന്തെങ്കിലും ചെടികൾ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർക്ക് മാത്രമായി ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒട്ടനവധി വിദേശ മാവുകളും സ്വദേശ മാവുകളൊക്കെ നല്ല കാഴ്ച നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് മാങ്ങകൾ പറിച്ച് അതിൻ്റെ റിവ്യൂ ചെയ്യുക, മാങ്ങകളെ പരിചയപ്പെടുത്താനുള്ള ഒരു അവസരമാണ് ഈ സമയത്ത്. ഇപ്പോൾ നോക്കൂ, ഇതാണ് നമ്മുടെ 3 ടേസ്റ്റ് മാംഗോ ജൈൻറ്റ് ഐവറി എന്നൊക്കെ പറയുന്ന മാങ്ങോ ആണ്. ഏകദേശം 1.5 കിലോക്ക് മുകളിൽ ഭാരം വരുന്ന മാങ്ങയാണ്. പക്ഷേ ഈ മാങ്ങയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴുത്താൽ ടേസ്റ്റ് ഉള്ളതിനേക്കാളും കൂടുതൽ പച്ചയിലാണ്. അതുകൊണ്ടാണ് ഇന്ന് 3 ടേസ്റ്റ് മാംഗോ എന്ന് പറയുന്നത്. കണ്ടില്ലേ? ഇന്ന് മാങ്ങയുടെ വലിപ്പം കണ്ടില്ലേ? ഇത് നല്ല രസികം മാങ്ങയാണ്, നല്ല സൈസുള്ള മാങ്ങയാണ്. ഈ സീഡിൻ്റെ അവസ്ഥ എന്താ? ഇത് വളരെ കനം കുറഞ്ഞൊരു സീഡാണ്. നമുക്ക് വീട്ടുമുറ്റത്തൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. നല്ല രസികമാണ്, നിറയെ ഉണ്ട്. പക്ഷേ മാങ്ങയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് മാങ്ങയുടെ വലിപ്പം കുറയും. വലിപ്പം കൂടുന്നതിനനുസരിച്ച് എണ്ണം കുറയും. നമ്മുടെ എയർപോർട്ട് കടയിൽ ഇതുപോലെ പ്ലാന്റുകളൊക്കെ കായ്ച്ച് നല്ല രീതിയിൽ മാങ്ങ അയച്ച് നിൽക്കുകയാണ്. കണ്ടില്ലേ? കുറേ പഴുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ഒരു അവസരമാണ്. ഇത് കണ്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് മാങ്ങ പിന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുക. കണ്ടില്ലേ? മാങ്ങ പഴുത്തിക്കുന്നത്. ഇത് നമ്മുടെ ഞാൻ പറഞ്ഞില്ല, ഇത് മഹാച്ചാനുക്ക്. നമ്മളെ ബംഗാളികൾ പറയും ബനാന മാംഗോ എന്ന്. മഹാച്ചാനുക്ക് എന്നാണ് ഇതിൻ്റെ ഒറിജിനൽ പേര്. നല്ല അടിപൊളി മാങ്ങയാണ്. ഇപ്പോൾ എയർപോർട്ട് ഗാർഡനിൽ ഇത്തരം പ്ലാന്റുകൾ വിൽപ്പനക്കായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മാവോട് കൂടിയിട്ട് മാങ്ങ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ്. കാരണം എല്ലാ പ്ലാന്റുകളും ഇവിടെ കായ്ച്ച് നിൽക്കുകയാണ്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് മാങ്ങ കായ്ക്കില്ല എന്നുള്ളതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. റമ്മിലും മാങ്ങ കായ്ച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം. ഒട്ടനവധി മാങ്ങകൾ ഇതുപോലെ പഴുത്ത് നിൽക്കുന്നുണ്ട്. കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. അതിനുള്ളൊരു സുവർണ്ണ അവസരമാണ്. നമുക്ക് ഡെലിവറി ഇല്ല, കൊറിയർ ഇല്ല. ഇവിടെ വരുന്ന നേരിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർക്ക് മാത്രമാണിത്. ഇതൊരു നാടൻ വെറൈറ്റിയാണ്. എനിക്കിങ്ങനെ വന്നൊരു നാടൻ വെറൈറ്റിയാണ്. പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഐഡിയ അറിയില്ല. പക്ഷേ നല്ല ബുഷായിട്ട് നമുക്ക് നല്ല ട്രെയിൻ ചെയ്ത് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. കുറേ മാങ്ങ കഴിച്ചിരുന്ന് കുറേ മാങ്ങകളൊക്കെ കൊഴിഞ്ഞു പോയി. നല്ല രസികം പ്ലാന്റാണ്. നമുക്ക് ഇതുപോലെ ഡ്രമ്മിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റാണ്. ഇതിൻ്റെ ഐഡിയ അറിയുന്നവർ പറയാം. എനിക്കിതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല. നല്ല ഭംഗിയുണ്ടല്ലേ? ഇതാരോ പറഞ്ഞ് കഷായാണെന്ന് പറഞ്ഞു. കഷായ ആയാലും ശരി, അരിഷ്ട ആയാലും ശരി, നല്ലൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള ലീഫാണ്. നല്ല ലീഫാണ്, നല്ല ചെറിയ ലീഫ്, നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ നമുക്ക് കൊടുക്കാനുള്ളത്. ഇത് കൊടുക്കാം. ഇതാ കിങ് ഓഫ് ചക്കപ്പത്ത് കായ്ച്ച് നിൽക്കുന്നത് കേട്ടാണല്ലേ? നിറയെ കായ്ച്ച് മാങ്ങോട് കൂടിയിട്ട് നിൽക്കുന്നത്. ഇങ്ങോട്ട് വന്നാൽ നമുക്ക് മല്ലിക കാണാം. മല്ലിക കണ്ടില്ലേ? മല്ലിക എല്ലായിടത്തും കായ്ക്കില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പക്ഷേ നമുക്ക് റമ്മിലൊക്കെ ഇവിടെ നന്നായിട്ട് കായ്ച്ച്, വർഷം കായ്ച്ചാണ്. ഇതിലെല്ലാ പ്ലാന്റുകളിലും മല്ലിക കായ്ച്ചിരിക്കുന്നത്. ഇതൊക്കെയുള്ള മല്ലിക നിറയെ കായ്ച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇവിടെ ബനാന മാംഗോ നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് ഇത് ഉദയ് എന്ന് പറഞ്ഞൊരു മാങ്ങയാണ് കേട്ടോ. ഇത് IHRൻ്റെ ഹൈബ്രിഡാണ്. ഉദയ് എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. അടിപൊളി മാങ്ങയാണ്. നമുക്ക് ഒട്ടനവധി മാങ്ങകൾ ഹൈബ്രിഡും വിദേശ മാവുകളൊക്കെ പരിചയപ്പെടാറുണ്ട്. ഇതാണ് നമ്മുടെ പറഞ്ഞ 3 ടേസ്റ്റ് ജൈൻറ്റ് ഐവറി എന്ന് പറയുന്നത്. നിറയെ കായ്ച്ചില്ല. നിറയെ കായ്ച്ചപ്പോൾ എന്താ സംഭവിച്ചത്? മാങ്ങയുടെ വലിപ്പത്തിന് ചെറുപ്പം. മറ്റേ അത്ര വലിപ്പം കിട്ടും. അതെ, ശരി. വലിപ്പം കൂടുമ്പോൾ മാങ്ങ കുറവായിരിക്കും, വലിപ്പം കുറയുമ്പോൾ മാങ്ങ കൂടുതലായിരിക്കും. അപ്പോൾ ഇപ്പോൾ വലിപ്പത്തിൽ ചെറുപ്പമാണുള്ളത്, കാരണം കുറേ കായ്ച്ചതുകൊണ്ട്. ഇതൊക്കെ നമുക്കിങ്ങനെ വീട്ടുമുറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയാണ്. കണ്ടില്ലേ? നിറയെ മാങ്ങകൾ കായ്ച്ചിരിക്കുന്നു. കേട്ടാ? നല്ല രസികം മാങ്ങ. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ? നിറയെ മാങ്ങയാണിത്. കണ്ട? ഇതാണ് നമ്മുടെ 3 ടേസ്റ്റ് മാംഗോ അഥവാ ജൈൻറ്റ് ഐവറി എന്നൊക്കെ പറയും. പല പേരുകൾ അറിയപ്പെടുന്നത്. എന്നാലും മാങ്ങ രസികം മാങ്ങയാണ്. പച്ചയിൽ കഴിക്കാൻ ഒരു വേറെ ലെവലാണ്. ഇതാണ് നാംഡോകുമായി ഗോൾഡ് എന്ന് പറയുന്നത്.
ഇതിപ്പോൾ നമ്മൾ ഇതിലൊന്നും കവർ ഇട്ടിട്ടില്ല, ആ ഗോൾഡ് തന്നെ ഫീൽ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ കവർ ഇട്ടിരിക്കുന്നത് കളർ വരാനല്ല, നാംഡോക്കുമായി എല്ലാം കവർ ഇട്ട് കഴിഞ്ഞാൽ കളർ വരും. ഇത് അങ്ങനെ കവർ ഇട്ടതല്ല, ഇത് നമ്മൾ കവർ ഇട്ടതെന്ന് വെച്ചാൽ പുഴു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കവർ ഇട്ടാലും നമുക്ക് അത് മനസ്സിലാവില്ല, ആ ഗോൾഡിന്റെ കളർ മനസ്സിലാവും. പക്ഷെ എനിക്കിപ്പോൾ ഈ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഗോൾഡ് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് വരുന്നുണ്ട്, ഗ്രീനേക്കാളും കൂടുതൽ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഈ വർഷം എനിക്കൊരു ഞാൻ അത് വളരെ ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് കണ്ടില്ല. അതുമല്ല ഇങ്ങനെ ഇതിപ്പോൾ പഴുത്തിട്ടില്ല, ഇത് ഗോൾഡ്. ഇത് ഇനി ഒരു 5-10 ദിവസങ്ങൾ ഇങ്ങനെ കളറിൽ നിൽക്കും, 10 അല്ല അത്രയും ദിവസങ്ങൾ നിൽക്കുന്നത്, കുലിക്കാനൊന്നും പോകില്ല. ഇത് പഴുത്തതാണെങ്കിൽ താഴെ വീഴും, കണ്ടില്ലേ, ഇത് താഴെ വീണില്ല. അതിൻ്റെ അർത്ഥം എന്താ, ഇതിന് കുറേ ദിവസങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുള്ളതാണ്. കാരണം മറ്റേ മാങ്ങകൾ പഴുത്ത് കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ ഒക്കെ താഴെ വീഴും. കാരണം ഇതാണ് വീട്ടുമുറ്റത്ത് വെക്കാൻ പറ്റിയത് നാംഡോക്കുമായി ഗോൾഡ്. കാരണം ആ ഭംഗിയാണല്ലോ ആസ്വദിക്കാൻ പറ്റുക, ഇതിങ്ങനെ ആസ്വദിക്കാൻ പറ്റും. കണ്ടില്ലേ എന്താണ് ഇതിൻ്റെ ഒക്കെ കളറ്, എന്തിനാ മാങ്ങ തിന്നുന്നത് കണ്ടില്ലേ. ഇതിങ്ങനെ മൂത്ത് കഴിഞ്ഞാൽ മഞ്ഞ കളറിൽ നിൽക്കും, കുറേ ദിവസങ്ങൾ ഇങ്ങനെ മാവിൽ നിൽക്കും. അപ്പോൾ ഇതുപോലെ നാംഡോക്കുമായി ഗോൾഡ് ഉള്ളവർക്ക് അത് കറക്റ്റായിട്ട് അറിയാം. പക്ഷേ ഗ്രീൻ ആണെങ്കിൽ പഴുത്ത് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോൾ താഴെ വീഴും. എല്ലാവരും പറയും നമ്മുടെ അടുത്ത് നാടൻ മാവില്ല, നമ്മുടെ അടുത്ത് ഒട്ടനവധി കായ്ക്കുന്ന നാടൻ മാവുകളുണ്ട്. ഇത് ചന്ദ്രകാരനെ പറ്റി നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളി മാങ്ങയാണ്. നമ്മുടെ ആ ഒരു നമ്മൾ ചപ്പി കുടിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ ചെറുതില്ലേ, നമ്മൾ ആ വലിയ മാവായിപ്പോൾ അതിൻ്റെ താഴെ വീഴുമ്പോൾ കിട്ടുന്ന നല്ലൊരു മാങ്ങയാണ് ചന്ദ്രകാരൻ. ഈ ചെറിയ ഇതേപോലത്തെ ഒട്ടനവധി നാട്ടുമാവുകളുണ്ട്. എന്നാൽ ഇതിൽ ആരുള്ള വെറൈറ്റികൾ ഇതിൽ ആരുണ്ട്, പക്ഷേ ഇതിൽ നീരാണ് നമുക്ക് അതിൻ്റെ കൂടുതൽ. അതൊരു പ്രത്യേക സ്മെല്ലോട് കൂടി വരുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മാങ്ങ ഇഷ്ടപ്പെടും. നല്ല ബ്രിക്സാണ് ഇത്, 25-ന് കൂടുതൽ മുകളിലേക്ക് ബ്രിക്സാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇതാണ് ചന്ദ്രകാരൻ മാവ, കൊലകൊലായിട്ട് കായ്ക്കും. ഇതാണ് ഫിറങ്കിയിലിടുക, നമ്മളെ ഹിമാപസന്തിനേക്കാൾ ഒരു പണത്തൂക്കം മുകളിൽ നിൽക്കുന്ന ഫിറങ്കിയുടെ ഒരു വെള്ളം. നല്ല വെറൈറ്റി ഏകദേശം അതുപോലുള്ള ഒരു സാമ്യം വേരിയൻ്റുള്ള ഒരു മാങ്ങയാണ്. പക്ഷേ കളറിൽ ചെറിയ വ്യത്യാസമുള്ളൂ, പിന്നെ ഷേപ്പിലും അല്പം വ്യത്യാസമുണ്ട്. ടേസ്റ്റിൽ ഏകദേശം ഒരേപോലെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതാണ് ഫിറങ്കി ലഡുവ. ഹിമാപസന്ത് വെക്കുന്ന ആളുകൾക്ക് ഫിറങ്കി ലഡുവ വെക്കണ്ട, ഫിറങ്കി ലഡുവ വെക്കുന്ന ആളുകൾക്ക് ഹിമാപസന്ത് വെക്കണ്ട. അത്ര ഒരു പിന്നെ വ്യത്യാസമുള്ളൊരു മാങ്ങയൊന്നുമല്ല. പിന്നെ ഇതിൽ ടേസ്റ്റിൽ രണ്ടും ഒരേപോലെയാണ്. അതി ടേസ്റ്റുള്ള മാങ്ങയാണ്. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് വെച്ചാൽ മതി. ഇത് നമ്മുടെ സിന്ദൂരം വെറൈറ്റി പെട്ടാണ്, ബെന്നറ്റ് ആൻഡ് ഫോൺസ് എന്നൊക്കെ പറയും, പല പേരുകൾ അറിയപ്പെടും. പക്ഷെ മാങ്ങ ഒരു കിടിലനാണ് കേട്ടോ. എന്താ ലുക്കല്ലേ, ലുക്ക് മാത്രമല്ല, ഞാൻ പറയുന്നത് കേരളത്തിലെ മിയാസാക്കിന്ന സത്യം അതേപോലെ കളർ കോമ്പിനേഷൻ, നല്ല മിയാസാക്കിന്റെ കളർ നോക്കുന്നൊക്കെ എന്തൊരു ഭംഗിയാണ് മാങ്ങ കാണാൻ. ഇതൊക്കെ നമ്മുടെ നാടൻ മാങ്ങയിൽ പെട്ടതാണ്, പക്ഷെ നമ്മളിതിനൊക്കെ അവഗണിക്കുകയാണ്. ഇതൊക്കെ നല്ല മനോഹരമായിട്ട് നമ്മൾ വീട്ടുമുറ്റത്ത് ഇതുപോലെ ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്തേക്ക് വിദേശമാകത്തില്ല, അത്ര ഭംഗിയാണ്. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നാണല്ലോ നമ്മളത്. പിന്നെ തിന്നാൻ ഇതിൻ്റെ ഒരു ടേസ്റ്റ്, ഞാൻ പറയുന്നത് ഈ ബെന്നറ്റ് അൽഫോൺസിൻ്റെ ടേസ്റ്റ് മിയാസാക്കിക്ക് പോലും കിട്ടില്ല, അത്ര കിട്ടില്ല ടേസ്റ്റ്. ഭയങ്കര ടേസ്റ്റാണിത്, എന്തൊരു ഫ്ലേവറാണെന്ന് അറിയാം ഇതിൻ്റെ. ഇത് കണ്ടില്ല, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റിയ കാഴ്ചകളാണ്. ഇതൊക്കെ എയർപോർട്ട് ഗാർഡനിൽ കന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കാഴ്ച മാങ്ങകൾ, പഴുത്ത മാങ്ങകൾ ഇങ്ങനെ ഡ്രമ്മിലൊക്കെ ഉണ്ടാ കാഴ്ച നിൽക്കുന്ന മാങ്ങകൾ കണ്ടില്ലേ. ഇത് അടിപൊളി മാങ്ങകളാണ്. ഇതിൽ പഴുത്ത വീണിട്ടുണ്ട്. ഇത് ഗസാൽ എന്നൊരു വിദേശ വെറൈറ്റിയാണ്. ഇത് ഈജിപ്തിൻ്റെ മാങ്ങയാണ്, ഞാൻ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നാണ്. ഇത് ഗസാൽ, ഇതൊക്കെ പേര് കണ്ടില്ലേ, ഇതാണ് ഗസാൽ എന്ന മാങ്ങ. ഇത് ആപ്പിൾ റുമാനിയ, അതുപോലെ തന്നെ മുണ്ടപ്പ പോലുള്ള മാങ്ങയുടെ ഒക്കെ ഒരു സാദൃശ്യമുള്ള ഒരു വിദേശ മാങ്ങയാണ്. ഗസാൽ എന്നാണ് ഇതിൻ്റെ പേര്. നല്ല ഫ്ലേവർ, ആദ്യ ടേസ്റ്റ്. ബ്രിക്സ് ഒക്കെ പറഞ്ഞാൽ ഒരു 25 മുകളിലാണ്. നമുക്കത് ബ്രിക്സ് കളന്ന് കാണിക്കാം. ഇത് നല്ല മാങ്ങയാണ്. അപ്പം നമ്മളിതൊന്ന് മുറിച്ചിട്ട് നമ്മളിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളത് മുറിക്കുകയാണ്. കണ്ടല്ലേ, ആൻറ്റി വളരെ കനം കുറവാണ്. നൈസ് സീഡാണല്ലേ വരുന്നത്. എങ്ങനെയുണ്ട്, അടിപൊളി കേട്ടോ, അടിപൊളി അല്ലേ. ഇതാ എല്ലാ മാങ്ങകളും ഇത് പഴുത്ത് ഭയങ്കര ഫ്ലേവറാണ് ഇതിനകത്ത്, കണ്ടില്ലേ. എന്ത് സ്മെല്ലാണ്, നല്ലൊരു സ്മെല്ല്. ഹോ, ഇത് വല്ലാത്ത, ഞാൻ കഴിച്ചതാണ്, ഭയങ്കര ടേസ്റ്റാണ്. കഴിച്ചു നോക്കാം, രഞ്ജിത്ത് കഴിച്ചിട്ട് പറയും, നിന്റെ സത്യസന്ധമായ റിവ്യൂ മതി. നമുക്ക് നല്ല എങ്ങനെയുണ്ട് നോക്ക്. അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കല്ലേ. സ്മെല്ല് എങ്ങനെയുണ്ട്, അടിപൊളി സ്മെല്ല് കേട്ടോ. സ്മെല്ലുണ്ട്, മധുരം ഉണ്ട് കേട്ടോ. സംഭവം പൊള്ളിയാണ്, നല്ല പൊളിയാണ്. അപ്പൊ നമ്മള് ഈ മാങ്ങ നിർത്തി അങ്ങ് പൊളിച്ചു, ഞെട്ടിമന്ന് എടുത്തിട്ടില്ല, കാമ്പ് ഇങ്ങോട്ട് ഊരിയല്ലേ. ഇത് ശരിക്കും മൂത്ത് പഴുക്കാണ്ട്, അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള ഫുൾ മധുരത്തിലേക്ക് ഇത് വരും. ഒന്നുകൂടി പഴുക്കാണ്ട്. ഇത് പിന്നെ ഒരു കരിമ്പഴുപ്പ് പഴുപ്പളാണ് നമ്മൾ എടുത്തത് ചെനച്ച സമയത്ത്. ഇനി ഇത് നല്ല പഴുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നമുക്ക് ഒട്ടനവധി മാവുകൾ എയർപോർട്ട് ഗാർഡനിൽ ഉണ്ടെങ്കിൽ ഹൈബ്രിഡ് ഇനങ്ങൾ നമുക്ക് ഫ്ലവർ ചെയ്തതും കാഴ്ചതായിട്ടുള്ള അനേകം മാവുകൾ നമുക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഡ്രമ്മിൽ സെറ്റ് ചെയ്തൊരു മാവാണിത്, കണ്ടില്ലേ. ഇത് പൂസ അരുണിമ എന്ന് പറയുന്നൊരു മാവാണ്. ഇത് ICAR ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്.
ഇത് നല്ലൊരു മാമ്പഴമാണ്. 2000 ശേഷം ഡെവലപ്പ് ചെയ്തതാണ്. മുമ്പ് ഡെവലപ്പ് ചെയ്തതാണ് നമുക്ക് അറിയാം മല്ലിക, അമ്രാപലി ഇങ്ങനെയുള്ള മാവുകളൊക്കെ. ഈ സെൻസേഷനും അമ്രാപലിയും ഉപയോഗിച്ചുകൊണ്ട് 4 മാവുകളാണ് ICR ഡെവലപ്പ് ചെയ്തിട്ട് മെയിനായിട്ട്. അതിൽ നമുക്ക് പറഞ്ഞാൽ ഇത് പൂസ അരുണിമ, അതിലും മാതൃവൃക്ഷമായി വരുന്നത് അമ്രാപലിയും പിതൃവൃക്ഷമായി വരുന്നത് സെൻസേഷനുമാണ്. അതിന് പൂസ ശ്രേഷ്ഠ എന്ന് പറയുന്നതിലും മാതൃവൃക്ഷമായി വരുന്നത് പിന്നെ അമ്രാപലിയും പിതൃവൃക്ഷമായി വരുന്നത് പിന്നെ സെൻസേഷനുമാണ്. പിന്നെ പൂഷ പ്രതിഭ നമ്മുടെ മുൻ രാഷ്ട്രപതിയുടെ പേരിൽ ഇറക്കിയതാണ് പൂഷ പ്രതിഭ. അതിലും അമറാവലിയാണ് മാതൃവൃക്ഷമായി വരുന്നത്, പിതൃവൃക്ഷമായി വരുന്നത് സെൻസേഷനാണ്. പിന്നെ പൂശയുടെ തന്നെ പൂഷ ദീപശിഖ, ഈ പൂഷ ദീപശിഖയിലും വരുന്നത് അമറാവലിയാണ് മാതൃവൃക്ഷമായി വരുന്നത്, പിതൃവൃക്ഷമായി വരുന്നത് സെൻസേഷനാണ്. ഈ 4 ഇനങ്ങളിലും മാതൃവൃക്ഷമായി വരുന്നത് അമറാവലിയും പിതൃവൃക്ഷമായി വരുന്നത് സെൻസേഷൻ. എന്തുകൊണ്ട് ഇങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഹൈബ്രിഡുകൾ ഉണ്ടാക്കുമ്പോൾ എല്ലാ ഹൈബ്രിഡുകളും ഒരേ രീതിയിലല്ല. ഹൈബ്രിഡുകൾ ഓരോ സമയത്ത് ഉണ്ടാക്കുന്നത് അതിൻ്റെ വലിപ്പത്തിലും അതിൻ്റെ ബ്രിക്സിലും ഫ്ലേവറിലും ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ മാവുകളെ 4 പേരിൽ ICR പുറത്തിറക്കിയത്. നമുക്കറിയാം മല്ലിക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പേരിലാണ്. പക്ഷേ 4-5 ഇനം മല്ലികകൾ നമുക്ക് മല്ലികയുടെ കായലിലുള്ള വലിപ്പം അതിൻ്റെ ഷേപ്പിലുള്ള വലിപ്പമായിട്ട് നമുക്കിവിടെ ലഭ്യമാണ്. പക്ഷേ മല്ലികക്കൊക്കെ നമ്മൾ ഒരു പേരാണ് അറിയുന്നത്. അതുകൊണ്ടാണ് ഇത് 4 പേരിൽ വ്യത്യസ്തമായ രൂപത്തിൽ ഒരേ ക്രോസിൽ വന്ന മാവുകളെ പിന്നെ ICR വികസിപ്പിച്ച് അതിൻ്റെ പേരുകൾ മാറ്റിയത്. ഇതിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്. അതുപോലെ ശ്രേഷ്ഠ എന്ന് പറയുന്ന മാങ്ങ കുറച്ചും കൂടി നീണ്ടതാണ്, കളറുകൾ വ്യത്യാസമുണ്ട്. അതുപോലെ പ്രതിഭ എന്ന് പറഞ്ഞ മാങ്ങയ്ക്കും അതിൻ്റെ ഇതിനൊക്കെ വ്യത്യാസം, ഇലകളിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ 4 പിന്നെ ഹൈബ്രിഡിലും മാതൃവൃക്ഷം പിതൃവൃക്ഷമായി വരുന്നത് ഒന്നാണെങ്കിലും മാവുകൾക്കും അതിൻ്റെ മാങ്ങകൾക്കും വ്യത്യാസമുണ്ട് എന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. പല ആളുകൾക്കും നമ്മളിത് നന്നായിട്ട് കൊലയിൽ കായ്ക്കുന്ന ഈ ഹൈബ്രിഡുകളൊക്കെ അമ്രാവലി എന്ന് പറയുന്ന മാവിൽ ദശേരിയാണ് ക്രോസ് വന്നിട്ടുള്ളത്. അതൊക്കെ കൊലയിൽ നന്നായിട്ട് പിടിക്കുന്ന മാവാണ്, നോർത്ത് ഇന്ത്യൻ മാവാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം പിന്നെ ഇതിൽ വരും. ഡാർവിൻ പറഞ്ഞ പോലെ പിന്നെ തലമുറകളുടെ സ്വഭാവം സന്താനങ്ങളിൽ വരുമെന്ന് പറഞ്ഞ പോലെയാണ് ഇതിന്. ആ സ്വഭാവങ്ങൾ സന്താനങ്ങളിൽ കാണിക്കും. അതുകൊണ്ടാണ് ഇത് ജീനുകളില്ലേ, അതുകൊണ്ടാണ് ഈ ജീനുകൾ ഈ സ്വഭാവങ്ങൾ മാവിൽ കാണിക്കുന്നതുകൊണ്ടാണ് മാങ്ങ ഹൈബ്രിഡുകൾ ഉണ്ടാക്കുമ്പോൾ ഇത്തരത്തിൽ കായപിടുത്തം നല്ല ഉണ്ടാവും ഹൈബ്രിഡിന്. അതുപോലെ തന്നെ നന്നായിട്ട് നിറഞ്ഞ് കായ്ക്കും. മാവുകളുടെ പിന്നെ മാതൃവൃക്ഷത്തിൻ്റെ ആ സ്വഭാവം മറ്റ് അതിൽ പ്രതിഫലിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഹൈബ്രിഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തരം ഹൈബ്രിഡുകളാണ് നമ്മൾ വാങ്ങിച്ചു വെക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെ ഒക്കെ കാലാവസ്ഥയ്ക്ക് സൂട്ടബിളായ മാങ്ങയാണ്. ഇതൊക്കെ വർഷാരംഭത്തിൽ കായ്ക്കുകയും പെട്ടെന്ന് മാങ്ങ നമുക്ക് പഴുത്ത് കിട്ടുകയും ചെയ്യും. ഇതിന് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ 100 ദിവസം കൊണ്ട് മാങ്ങ പഴുക്കും. കൂടുതൽ ദിവസങ്ങൾ കാത്തിരിക്കേണ്ട. പിന്നെ സീസണിൻ്റെ ആദ്യത്തിൽ ഫ്ലവർ ആയി കഴിഞ്ഞ് മാങ്ങ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ വരുന്നതിന് മുമ്പ് തന്നെ മാങ്ങ നമുക്ക് പഴുത്ത് കിട്ടും. അതുകൊണ്ട് നമുക്ക് പുഴുക്കേട് ഇല്ലാത്ത ഒരു ഇനമായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ പറ്റും. തീരെ പുഴുക്കേടില്ല, പെട്ടെന്ന് മാങ്ങ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ കളർ ആരെയും ആകർഷിക്കുന്ന ഒരു കളറാണ്. ഇത് ഫുൾ കളറിലേക്ക് വന്നിട്ടില്ല. കളർ വന്ന മാങ്ങകളുണ്ട്. നമുക്ക് ഇതിൻ്റെ വീഡിയോയിൽ തന്നെ കാണിക്കാം. ഇത് നമ്മൾ ഡ്രമ്മിൽ വെച്ചിരിക്കുന്ന പിന്നെ പൂശ അരുണിമയാണ്. കാരണം ഇതിൻ്റെ കളർ നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക കളറല്ലേ, അതാണ് ഇതിനെ ഭംഗിയായിട്ട് നിൽക്കുന്നത്. കണ്ടില്ലേ, ഇത് നല്ലൊരു ഹൈബ്രിഡാണ്, നല്ല കളറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ പൂസ വെറൈറ്റിയിലുള്ള 4 ഇനങ്ങൾക്കും വന്നിരിക്കുന്നത് സെൻസേഷനും അമ്രബലിയും തമ്മിലുള്ള ക്രോസാണ്. ഒരേ ക്രോസിൽ 4 വ്യത്യസ്തമായ മാങ്ങകളാണ് നമുക്ക് പിന്നെ ICR വികസിപ്പിച്ച് തന്നിട്ടുള്ള മാവുകൾ. അപ്പോൾ അത് മനസ്സിലാക്കുക. അത്രയും ഹൈബ്രിഡുകൾ കരസ്ഥമാക്കാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ നിറഞ്ഞ് കായ്ക്കും, പുഴുക്കേടില്ല, നന്നായിട്ട് കായ പിടിക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഗുണങ്ങളാണ്. അപ്പോൾ മാവിനെ പറ്റി ചോദിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് വാങ്ങിപ്പിക്കുക, പഠിച്ച് വാങ്ങുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള നല്ല ഇനങ്ങൾ കളക്ഷനായി. നമ്മളിപ്പോൾ സാധാരണ കിട്ടുന്ന മാവും മാങ്ങയായിട്ട് നടക്കുന്നതിന് പുതിയ ഇനങ്ങൾ നമുക്ക് ICRും IHRും ഒക്കെ വികസിപ്പിച്ച നല്ല ഇനം മാവുകളുണ്ട്. അത് തിരഞ്ഞ് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ഞാൻ പറഞ്ഞില്ല, നമ്മളെ പൂസ വെറൈറ്റിയിൽപ്പെട്ട പൂസ ശ്രേഷ്ഠ എന്ന് പറയുന്ന മാങ്ങയാണ്. ഇത് കുറച്ചും കൂടെ വലുപ്പം വരും, നല്ല കളർ വരും. ഇത് ചെറിയ മാങ്ങയാണ്, ഇപ്പോഴേ ഉണ്ടായിട്ടുള്ളൂ. ഇത് പൂസ വെറൈറ്റിയിലെ മാങ്ങയാണ്, നന്നായിട്ട് കായ പിടിക്കും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാണ് ഇന്തോനേഷ്യൻ അൽഫോൺസ എന്ന് പറയും. നല്ല പഴുത്ത് മാങ്ങയാണ്, നല്ല കളറാണ്. നമുക്ക് വലിയ മരമായി പോകുന്നില്ല, ഒരു അത്യാവശ്യം ടേസ്റ്റുള്ളൊരു മാങ്ങയാണ്. പിന്നെ റമ്മിലൊക്കെ വെക്കാൻ വളരെ സൂട്ടബിൾ ആയിട്ടുള്ള മാങ്ങയാണ്. ആണല്ല, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമ്മുടെ അൽഫോൺസിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് ഏകദേശം വരുന്നുണ്ട്. അടിപൊളി മാങ്ങയാണ്. ഇതിൻ്റെയൊക്കെ തൈകൾ നമുക്ക് കൊടുക്കാണ്ടോ? ഇതിൻ്റെയൊക്കെ തൈകളില്ല, കുറച്ചൊക്കെ വലിയ 2-3 പ്ലാന്റുകൾ ഇവിടെ കാണും. ഇത് നമ്മുടെ എയർപോർട്ട് കടകളിൽ കാഴ്ച ഒരു വിദേശ വെറൈറ്റിയാണ്. ഇതിൻ്റെ പേരാണ് നമ്മുടെ റെഡ് പാൾമാർ. അമേരിക്കൻ്റെ മാങ്ങയാണ്, ഫ്ലോറിഡ മാങ്ങയാണ്. അടിപൊളി മാങ്ങയാണ്. ഇത് പഴുത്തിട്ടുണ്ട്, കണ്ടില്ലേ? പഴുത്താണല്ലേ അത് പഴുത്താൽ തന്നെ കുറേ ദിവസം മാങ്ങ ഇത് മാവിൽ നിൽക്കും. കണ്ടില്ലേ, ഇതെല്ലാം നല്ല കളറാണ്. ഇതിൻ്റെ കളറാണ് നമ്മൾ മാങ്ങ ബ്യൂട്ടിഫുൾ ആക്കുന്നത്. നമുക്ക് വീട്ടുമുറ്റത്തൊക്കെ വെക്കാൻ പറ്റിയ മാങ്ങകളിൽ എപ്പോഴും ഇത്തരത്തിലുള്ള കളർ മാങ്ങകൾ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്.
ഇത് കഴിക്കാനും അത്യാവശ്യം ടേസ്റ്റുള്ള മാങ്ങയാണ്, അത്യാവശ്യം ബ്രിക്സ് ഉള്ള മാങ്ങയാണ്, കുഴപ്പമില്ലാത്ത മാങ്ങയാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ മാങ്ങയുടെ ഒന്നും കിടപിടിക്കില്ലെങ്കിലും നല്ലൊരു മാങ്ങയാണത്. കാരണം കാണാനും ഭംഗിയാണ്, വീട്ടുമുറ്റത്ത് വെച്ചാൽ അടിപൊളിയാണ്. ഇത് നമ്മളൊന്ന് മുറിച്ച് നോക്കിയതിന് ഒരു ഭംഗി കാണണമെങ്കിൽ ഉള്ളു നമ്മളൊന്ന് മുറിച്ച് നോക്കുന്ന. ഓക്കെ, അടിപൊളി. കണ്ട കളർ കണ്ടില്ല ഇതിന്റെ ഭംഗി നോക്കാണ്. മധുരം കണ്ടിട്ട് നമുക്ക് സ്മെല്ലായിട്ട് തന്നെ വായിക്ക് എടുക്കുന്നുണ്ട്. വളരെ സ്മെല്ലായിട്ട് തന്നെ വായിലേക്ക് എടുക്കുന്നത്. നല്ല ഒരു കളർ കണ്ടല്ല. ഇതാണ് റെഡ് പാൾമർ മാംഗോ. അപ്പം ഇതാണ് മക്കളെ റെഡ് പാൾമർ മാംഗോ. വിദേശ മാങ്ങകളാണ് ഇതൊക്കെ. ഇനിയും നല്ലതായിട്ട് പഴുക്കാണ്ട്, പക്ഷെ എന്നാലും അടിപൊളിയാണ്. അത് തോല് കനം കൂടുതലാണല്ലേ, അതുകൊണ്ട് പുഴുക്കേടുണ്ടാവില്ല. തോല് രസമാണ്, കനം കുറച്ച് കൂടുതലാണ്. നാരുണ്ട്, പിന്നെ വലിയൊരു ഫൈബർ അല്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫൈബർ. അതുപോലെ ഫ്ലവർ ചെയ്ത മാവുകൾ ഇപ്പോഴും ഫ്ലവർ ചെയ്തിരിക്കണ്ട, ഒട്ടനവധി ഫ്ലവർ ചെയ്ത മാവ്. ഇത് കിങ് ഓഫ് ചക്കപ്പത്താണ്, അത് നമ്മുടെ റെഡ് ഐവറിയാണ്, ഇത് പിന്നെ നമ്മുടെ കാട്ടിമോണാണ്. ഇങ്ങനെ എല്ലാ മാവുകളും ഇവിടെ ഫ്ലവർ ചെയ്ത നല്ല പ്ലാന്റുകൾ, ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇത് നമ്മുടെ സൂപ്പർ ക്യൂൻ മാംഗോ ആണ്. സൂപ്പർ ക്യൂൻ മാംഗോ കായ്ച്ചതും ഫ്ലവർ ചെയ്തതും പഴുത്തതും ഒക്കെ ഇവിടെ ഉണ്ട്, കണ്ടില്ല. നമ്മളൊന്ന് മുറിച്ച് നോക്കാം രഞ്ജിത്തെ, നമുക്കൊന്ന് മുറിച്ച് നോക്കിയാലോ. മുറിച്ച് അങ്ങനെ ഉണ്ടോ നോക്കാം. ഇത് പച്ചയിലൊക്കെ കഴിക്കാൻ നല്ല രസമാണ്, പഴുത്താലും നല്ല മാങ്ങയാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. മധുരമുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഇന്ത്യൻ മാങ്ങയുടെ ആ അടുത്തൊന്നും എത്തൂല. സൈസിൽ കുറച്ച് കൂടുതലുണ്ട് ഇന്ത്യൻ മാങ്ങേനെ അപേക്ഷിച്ച്. പക്ഷെ എപ്പോഴും ഇന്ത്യൻ വേറെ ലെവൽ തന്നെയാണല്ലേ, അത് വേറെ ലെവലാണ്. ഇവരെ മാങ്ങൊക്കെ കാണാനുള്ള ഭംഗി, ഷേപ്പ്, തിന്നാനുള്ള ടേസ്റ്റ്, ഫ്ലവർ, രുചിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഇന്ത്യൻ മാങ്ങ തന്നെ സെലക്ട് ചെയ്യണം. ഒട്ടനവധി വിദേശ മാവുകൾ കാഴ്ച നിൽക്കുന്നത് കാണാനായിട്ട് കഴിയും. കണ്ടായത് കണ്ടില്ല, നല്ല റെഡ് കളറുള്ളൊരു മാങ്ങയാണ്. ഇത് വിദേശ മാങ്ങയാണ്, പിൻഗോവൻ എന്ന് പറഞ്ഞ മാങ്ങയാണ്. പിൻഗോവൻ അധികമൊന്നും നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു പേരാണ് പിൻഗോവൻ. ഇതാ പിൻഗോവൻ നെറ്റിലൊക്കെ അടിച്ചാൽ കാണാവുന്ന മാങ്ങയാണ്. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ ഒരു കളർ നോക്കണം. ഇതിൻ്റെ ഭംഗിയാണ് നമുക്ക് ഏതെങ്കിലും കൂടുതൽ ആകർഷണം തോന്നുന്നത്. കണ്ടാ, ഇത് മണ്ണുത്തി പരിചയപ്പെടുത്തിയ ഒരു മാങ്ങയാണ് ബ്ലാക്ക് ആൻഡ് റോസ്. നന്നായിട്ട് കായ പിടിക്കും, കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് സൂട്ടബിൾ മാങ്ങയാണ്. ഇതും നന്നായിട്ട് കായ പിടിക്കുന്നൊരു മാങ്ങയാണ്, അതി ടേസ്റ്റുള്ളൊരു മാങ്ങയാണ്. ഇത് ഹുസൈനാര എന്നാണ് അതിൻ്റെ പേര്, ഹുസൈനാര. നല്ല മാങ്ങയാണ്, നെറ്റിലൊക്കെ അടിച്ചാൽ കാണാം ഹുസൈനാര. നല്ല മാങ്ങയാണ്, ഹുസൈനാര എന്ന് പറയുന്ന മാങ്ങയാണ്. നല്ലൊരു കളറിലേക്ക് വരും, നല്ല ഫ്ലേവറാണ്, നല്ല മാങ്ങയാണ്, നല്ല കായ പിടിക്കും. ഇവിടെ കായ്ച്ച നിൽക്കുന്ന റെഡ് ഐവറി മാംഗോ ആണ്. ഈ ചാങ്മായി, നാച്ചിൻഡിയാൻ കുറേ പേരുകൾ അറിയപ്പെടുന്ന ഒരു മാങ്ങയാണ്. നല്ല ഭംഗിയുള്ള മാങ്ങയാണ്. ഇത് കണ്ടില്ലേ, ഇതുപോലെ വലിപ്പം ഉണ്ടാവും. കാണാൻ ഇതിൻ്റെ ഷേപ്പ് വ്യത്യസ്തമായ ഒരു ഷേപ്പാണ്. ഇത് ഒരു 1.5 കിലോ ഒക്കെ ഭാരം വരുന്ന മാങ്ങയാണ്. നല്ല വീട്ടുമുറ്റത്തൊക്കെ വെക്കാൻ മനോഹരമായ മാങ്ങയാണ്. നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് റെഡ് ഐവറി. ഈ റെഡ് ഐവറി തന്നെ ഇവിടെ കായ്ച്ച് നിൽക്കുന്ന, ഇത് കൂടുതൽ കായകളുണ്ടാകുമ്പോൾ മാങ്ങയുടെ വലിപ്പം കുറയും, ഞാൻ പറയാറില്ലേ. ഇത് കണ്ടില്ലേ, ഈ മാവിൽ ഒരു മാങ്ങയായി നിന്നപ്പോൾ ആ മാങ്ങയുടെ ഒരു വലിപ്പം കണ്ടില്ലേ. ഇത് മറ്റേ മാവിൽ നമുക്ക് കുറേ മാങ്ങകൾ ഉണ്ടായിരുന്നു, അപ്പോൾ മാങ്ങയുടെ ഷേപ്പിൽ വലിപ്പത്തിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നോക്കി എന്തൊരു ഭംഗിയാണ് മാങ്ങ കാണാനെന്നറിയോ. ഇതാണ് റെഡ് ഐവറി എന്നൊരു മാങ്ങ.